മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ കാരണങ്ങളില്ലെന്നും സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് കൈമാറണം എന്നാവശ്യപ്പെടുമ്പോൾ ഒന്ന്, ഈ സാക്ഷിമൊഴികൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? അതിൽ സൈൻഡ് ആയിട്ടാണോ, അതായത് ഒപ്പിട്ട് ആണോ സാക്ഷി നൽകിയിരിക്കുന്നത്? മാത്രമല്ല അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിലെ ചില കാര്യങ്ങൾ ഹർജിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് പുറം ലോകം അറിഞ്ഞിട്ടുള്ളത്. അതിലെ പൂർണ്ണ വിവരങ്ങൾ ഇനി അതിജീവിതയ്ക്ക് ലഭിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. എന്തൊക്കെയാണ് കോടതി ഉത്തരവിലെ മറ്റ് വിശദാംശങ്ങൾ? ശ്യാം ദേവരാജ്. എം.വി. ദികേഷ് കുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണ്. അത് നിരസിക്കാൻ, അതിജീവിതയുടെ ആവശ്യങ്ങൾ നിരസിക്കാൻ മതിയായ കാരണങ്ങളില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിലെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിക്കാണ്, എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കാരണം റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ നൽകണം എന്ന് വ്യക്തമാക്കുമ്പോൾ അത് നമുക്ക് സാധാരണഗതിയിൽ അത് വിചാരണ കോടതിക്ക് തിരിച്ചടിയാണ് എന്ന് നമ്മൾ സാധാരണ പറയാറില്ല. പക്ഷേ ഇത് ജഡ്ജി ഹണിയം വർഗീസിന് തിരിച്ചടിയായ ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ 2 തവണയാണ് ഒന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നിഷേധിക്കുന്ന സംഭവം, അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് ജഡ്ജി ഹണിയം വർഗീസിൽ നിന്ന് ഉണ്ടായി. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അതിനാധാരമായ സാക്ഷിമൊഴികൾ നിഷേധിക്കുന്ന, അതിജീവിതയ്ക്ക് നൽകാതിരിക്കുന്ന ഉത്തരവും ജഡ്ജി ഹണിയം വർഗീസിൽ നിന്നുണ്ടായി. ഈ 2 ഉത്തരവുകളും ഹൈക്കോടതി അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അത് റദ്ദാക്കുകയും പകരം ഇതിൻ്റെ ഒന്നാമത്തേത് ഹൈക്കോടതി ആദ്യം പറഞ്ഞത് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഒരു രഹസ്യ റിപ്പോർട്ടല്ല, അത് നൽകണം എന്നതാണ്. രണ്ടാമത്തേത്, ഈ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ നൽകണം, അതും രഹസ്യ റിപ്പോർട്ടല്ല, അതും നൽകേണ്ടതാണ് എന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ജഡ്ജി ഹണിയം വർഗീസിന് എതിരായ, അല്ലെങ്കിൽ അവരുടെ നിലപാടിനെതിരായ ഒരു നിലപാടായി ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. മെമ്മറി കാർഡ് പരിശോധിച്ചാലെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ രേഖകൾ നൽകുന്നതിനെ ദിലീപിൻ്റെ അഭിഭാഷകൻ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ എതിർത്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3 ദിവസങ്ങളായി മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അത് റിപ്പോർട്ടർ ടിവിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും മാധ്യമങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിരന്തരം പുറത്തു വിടുകയാണ്. ഈ ഇടക്കാല ആവശ്യം നിലനിൽക്കുന്നതല്ല. ഇത് ജഡ്ജിമാരെ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ അന്വേഷണമാണ് ഇപ്പോൾ പ്രതിഭാഗത്തെ ഇങ്ങനെ വീണ്ടും പറയിപ്പിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. ശ്യാം ദേവരാജ്, ദയവായി തുടരുക. ഞാൻ റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, ഇതിനകത്ത് സാക്ഷിമൊഴികൾ വേണം എന്ന് നേരത്തെ തന്നെ, അതായത് ഈ റിപ്പോർട്ടിൽ സത്യവാങ്മൂലം വേണമെന്ന് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഏതൊക്കെ സാക്ഷികളുടെ മൊഴികളാണുള്ളത് എന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണം എന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു, കൊടുത്തില്ല. അതുകൊണ്ട് റിട്ടേൺ സബ്മിഷൻ അതിജീവിതയ്ക്ക് നൽകാൻ സാധിച്ചില്ല. വീണ്ടും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സാക്ഷിമൊഴികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അക്കാര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയാണ് ഇപ്പോൾ ആവശ്യം. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഫർദർ ആക്ഷൻ, ഇനിയുള്ള ആക്ഷൻ എന്തായിരിക്കും, നടപടികൾ എന്തായിരിക്കും? ഇത് കൂട്ടിക്കൊണ്ട് എന്ത് കാര്യമാണ് അതിജീവിത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നികേഷ്, ഒന്ന്, ഇപ്പോൾ ഹണിയം വർഗീസ് നടത്തിയ അന്വേഷണം, ഈ മെമ്മറി കാർഡ് അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ തള്ളണമെന്ന ആവശ്യം മറുഭാഗത്ത് അതിജീവിതം ഉന്നയിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളണം എന്ന് പ്രധാനമായും ആവശ്യം ഉന്നയിക്കാൻ കാരണം, അതിൽ ഉള്ള പല കാര്യങ്ങളും, അതിലുള്ള മൊഴികളിലടക്കം അത് അശാസ്ത്രീയമാണ്, അതിൻ്റെ തെളിവില്ല, അല്ലെങ്കിൽ കൃത്യമായി തെളിവ് ശേഖരിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് തെളിവ് ശേഖരിച്ചില്ല എന്നൊക്കെയുണ്ട്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട ചിലരുടെ മൊഴി രേഖപ്പെടുത്തിയതായി പറയുന്നു. അവർ ഈ മൊഴികൾ തന്നെയാണോ നൽകിയത് എന്ന് സ്ഥിരീകരിക്കേണ്ട ആവശ്യം അതിജീവിതയ്ക്കുണ്ട്. മാത്രവുമല്ല, ആരുടെയൊക്കെ മൊഴികൾ അവിടെ ശേഖരിച്ചു എന്നറിയാം. ആ തരത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോയത്, റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചത്. ഇത് അതിജീവിത തന്നെ ഈ ഹർജിയിൽ
വലിയ രീതിയിൽ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥമാണെന്ന് ഈ റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഏതായാലും ഇനി അതിജീവിതം അങ്ങോട്ട് എടുക്കുന്ന നീക്കങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മൾ ഫെബ്രുവരി 2022 4, 5 തീയതികളിൽ പുറത്തുവിട്ട ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ആ വിവരത്തിൻ്റെ തുടർ നടപടികൾ, അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള നടപടികളുടെ ഭാഗമാണ് ഇപ്പോഴും നടക്കുന്നത്. അന്ന് ദൃശ്യങ്ങൾ ചോർന്നു അല്ലെങ്കിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന വാർത്ത നമ്മൾ പുറത്തുവിടുമ്പോൾ ഈ ജഡ്ജ് ഹണി വർഗീസ് അടക്കമുള്ളവർ അത് നുണയാണ്, അത് പടച്ചുണ്ടാക്കിയ നുണയാണെന്ന രീതിയിലുള്ള പ്രതികരണം നടത്തി. എല്ലാ പോലീസിൻ്റെ ആയാലും അത് എല്ലാ വാദങ്ങളും തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഓരോ വട്ടവും അതിജീവിത ഓരോ ആവശ്യങ്ങളുമായി ഈ വിചാരണ കോടതിയെ സമീപിക്കുമ്പോൾ ആ ഹർജികൾ, ആ അപേക്ഷകൾ പൂർണ്ണമായും തള്ളുകയും പിന്നീട് അത് ഹൈക്കോടതിയിൽ നിന്ന് മാത്രമാണ് അതിജീവിതക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ മെയ് 30 വീണ്ടും ഇതിൻ്റെ വാദങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഇനി അതിനു മുമ്പ് അതിജീവിത മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. കാരണം ഹണിയം വർഗീസ് ഇതിൽ ഗുരുതരമായ തെറ്റുകൾ ചെയ്തു എന്ന് അത് പകൽ പോലെ തെളിഞ്ഞു. അതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് തീരുമാനമാണ്, ഏതു തരത്തിലുള്ള നീക്കമാണ് ഈ പീഡനത്തിനിരയായ ചലച്ചിത്ര താരം ചെയ്യാൻ പോകുന്നത്, സിനിമാ താരം ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിജീവിതയുടെ ആവശ്യം എന്ന് പറയുന്നത് സാക്ഷിമൊഴികൾ വേണമെന്ന് മാത്രമല്ല, സാക്ഷിമൊഴികൾ വേണമെന്നുള്ളത് പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന കാര്യം ഞാൻ കൺസീഡ് ചെയ്യുന്നു. പക്ഷേ IG-യുടെ ലെവലിൽ കുറയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കോടതി നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ശ്യാം ദേവരാജ് ഉണ്ടെങ്കിൽ ശ്യാം ദേവരാജിനോട് കൂടി നമുക്കത് ചോദിക്കാം. ഇതിൽ ഇന്ന് അതിജീവിതയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ്, അതിൻ്റെ സാക്ഷിമൊഴികൾ വേണമെന്ന ആവശ്യം മാത്രമാണ് കോടതി പരിഗണിച്ചത്. മറ്റ് ആവശ്യങ്ങളിന്മേൽ, അതായത് അതിജീവിത ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ അതിജീവിത ഒരു രണ്ടാമത്തെ ഹർജിയായി നൽകിയിരുന്നു, രണ്ടാമത്തെ ഉപഹർജിയായി നൽകിയിരുന്നു. അത്തരം ഹർജികളിൽ ആ ഹർജി അതൊരു പ്രത്യേക ഹർജിയായി നൽകേണ്ടതല്ലേ എന്ന കാര്യമാണ് അതായത് 2022 അതിജീവിത മെമ്മറി കാർഡിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിക്കൊപ്പം നിലനിൽക്കുന്ന ഉപഹർജിയാണോ അതോ അതൊരു പ്രത്യേകമായ ഹർജിയാണോ എന്നൊരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതൊരു ഈ 2022 ഹർജിക്കൊപ്പം നിലനിൽക്കുന്ന ഹർജിയാണോ എന്ന കാര്യത്തിൽ, അങ്ങനെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ മെയ് 30 വാദം കേൾക്കും. ഗൗരവ് അഗർവാൾ ആയിരിക്കും സീനിയർ അഭിഭാഷകൻ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ ആയിരിക്കും ഇത് സംബന്ധിച്ച വാദങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഉയർത്തുകയും ചെയ്യുക. വിശദമായ വാദം അന്ന് ഈ ഹർജിയുടെ കാര്യത്തിൽ, ഹർജി എങ്ങനെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ആണ് അത് സംബന്ധിച്ച വാദവും കേൾക്കുന്നത്. ദിലീപിന്റെ അഭിഭാഷകൻ ഈ ഹർജി നിലനിൽക്കില്ല എന്നൊരു വാദം ഉയർത്തിയിരുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ അതിജീവിതയുടെ ആവശ്യത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങൾ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇത് ഈ കോടതിയിലെ ഒരു ജഡ്ജിയെ അടക്കം അപമാനിക്കുന്നതാണ്, ജുഡീഷ്യൽ ഓഫീസർമാരെ അപമാനിക്കുന്നതാണ്. അത് സംബന്ധിച്ച വിവരങ്ങളാണ്, അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവിടുന്നത് എന്ന കാര്യമാണ് ദിലീപിന്റെ, ഈ കേസിലെ 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. പക്ഷെ അതിന് ഹൈക്കോടതി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഇതൊരു വസ്തുതാ അന്വേഷണ റിപ്പോർട്ട്, രഹസ്യ റിപ്പോർട്ടല്ല എന്ന കാര്യം ഹൈക്കോടതി അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും പരമപ്രധാനമായ കാര്യം. ദിലീപിന്റെ ആ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്നോ, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നോ, അത് ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരായ വിവരങ്ങളാണ്, അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നോ തുടങ്ങിയ എല്ലാ വാദങ്ങളും ഹൈക്കോടതി ദിലീപിന്റെ അഭിഭാഷകന്റെ എല്ലാ വാദങ്ങളും തള്ളുന്നു എന്നതാണ് ഇന്നത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു കാര്യവും. അതുകൊണ്ട് തന്നെ ദിലീപിന് ഇന്നത്തെ ദിവസം കനത്ത തിരിച്ചടി കൂടിയാണ്. ഈ ദിലീപ് ഒന്നാമതായി ഉയർത്തിയ കാര്യം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കോടതിയിലെ ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞ് ആ വസ്തുതാന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കണം എന്നുള്ള ആവശ്യമാണ് ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ രാമൻപിള്ള ശ്രമിച്ചിട്ടുണ്ടാവുക. ആ ശ്രമമാണ് പരാജയപ്പെട്ടിട്ടുള്ളത്.
ഇന്നും നേരത്തെ ദിലീപിന് വേണ്ടി ഈ കേസിലെ 8ാം പ്രതി ദിലീപിന് വേണ്ടി നിരന്തരം ഹാജരാകുന്നത് ഹൈക്കോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകനായ കെ രാമൻപിള്ളയായിരുന്നു. പക്ഷേ ഇന്ന് രാമൻപിള്ള പക്ഷേ ഇന്ന് ഹാജരായില്ല. പകരം ദിലീപിന്റെ വക്കാലത്തുള്ള അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായതും ദിലീപിന് വേണ്ടി വാദങ്ങൾ ഉയർത്തിയതും. ആ ഘട്ടത്തിലാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒന്നാമതായി അതിജീവിതം നൽകിയ രണ്ട് ഹർജിയിലെ ഒന്നാമത്തെ ഹർജിയിലെ ആവശ്യം ഈ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികളുടെ പകർപ്പ് ലഭിക്കണമെന്നതായിരുന്നു. അത്തരം സാക്ഷിമൊഴികളുടെ പകർപ്പ് ലഭിക്കാൻ അതിജീവിതയ്ക്ക് അവകാശമില്ല, നിയമപരമായി ആവശ്യം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഈ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതി പറഞ്ഞത് നേരത്തെ തന്നെ എൻ്റെ ഉത്തരവിൽ തന്നെ നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതൊരു രഹസ്യ അന്വേഷണ റിപ്പോർട്ടല്ല എന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത് പരസ്യപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. മാത്രമല്ല അതിജീവിതയുടെ ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല, ആ അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ മതിയായ കാരണങ്ങളില്ല എന്ന കാര്യവും കൂടി ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കുന്നുണ്ട്. അതായത് ജഡ്ജി ഹണിയം വർഗീസ് 2 തവണ തടഞ്ഞ 2 റിപ്പോർട്ടുകളും നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഏതെല്ലാം സാഹചര്യത്തിൽ ജഡ്ജി ഹണിയം വർഗീസ് ആ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ചോ ആ റിപ്പോർട്ടും അതിനാധാരമായ സാക്ഷിമൊഴികളും അതിജീവിതയ്ക്ക് നൽകുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അത്തരമൊരു ഉത്തരവായി തന്നെ നൽകുകയും ചെയ്തത്. വാക്കാലുള്ള നിർദ്ദേശം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നേരത്തെ ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് തനിക്ക് നൽകണം എന്ന് അതിജീവിത ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് അത് തള്ളി. അത് കഴിഞ്ഞതിന് ശേഷം സാക്ഷിമൊഴികൾ വേണമെന്ന ആവശ്യം വന്നു, അതും തള്ളി. രണ്ടും ഹൈക്കോടതിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നു എന്ന് ദിലീപിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടല്ല എന്ന് പറയുക കൂടി ചെയ്തതോടുകൂടി ഇനിയിപ്പോൾ ഇത് ഒളിച്ചു വെക്കാനും മറച്ചു പിടിക്കാനും ഒക്കെ ഉള്ള എല്ലാ ശ്രമങ്ങളും വൃഥാവിലായി കഴിഞ്ഞിരിക്കുന്നു. എം വി ദിനേഷ് കുമാർ, ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ ഏറ്റവും ആദ്യം ശ്രമിക്കുന്നത് ഈ കേസിലെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപാണ്. കാരണം മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ദിലീപ് ഏതെങ്കിലും രീതിയിൽ അത് കക്ഷിയാകേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാരും അതിജീവിതയും നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഉയർത്തിയ വാദം. കാരണം മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന തെളിവാണ്, ഏറ്റവും സുപ്രധാനമായ തെളിവാണ്. ആ തെളിവ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുകയാണ് പരിശോധിക്കപ്പെട്ടത്. അതിൽ 8ാം പ്രതിയായ ദിലീപിന് എന്ത് കാര്യം എന്നൊരു ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം ദിലീപ് ഈ അന്വേഷണത്തെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കള്ളം കാണിക്കുന്നത് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അതിനെ തടയുന്നു എന്ന രീതിയിലാണ് ദിലീപ് നേരത്തെ തന്നെ പുറത്തുവിടുന്നതും ഹൈക്കോടതിയിൽ വന്ന് അതിജീവിതയുടെ ആവശ്യത്തെ എതിർക്കുന്നതും. പക്ഷേ അതിജീവിതയുടെ ആവശ്യത്തെ ഈ മെമ്മറി കാർഡിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ അന്വേഷണം നടത്താം, ജില്ലാ ജഡ്ജി വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് നടത്തണം എന്ന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവ് ദിലീപിന് ആദ്യ തിരിച്ചടിയാകുന്നു. രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള എം വി ദിനേഷ് കുമാർ സൂചിപ്പിച്ച അതിജീവിതയുടെ 2 ആവശ്യങ്ങൾ തള്ളുന്ന സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസിന്റെ നിലപാടാണ്. ആ നിലപാടിൽ ഒന്നാമത്തേത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണം എന്ന ആവശ്യം, അതിജീവിതയുടെ ആവശ്യം വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ ആ ആവശ്യം തള്ളുകയാണ്. അതിനെതിരെ അതിജീവിത ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഹൈക്കോടതി പറയുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു രഹസ്യ റിപ്പോർട്ടല്ല, ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണം എന്ന കാര്യം കഴിഞ്ഞ മാസം മാർച്ചിൽ ഈ ഹർജി പരിഗണിക്കവേ ജില്ലാ കോടതി ജഡ്ജി ഹണിയം വർഗീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയുടെ അഭിഭാഷകർക്ക് ലഭിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇത് 3 തവണ മെമ്മറി കാർഡ് പരിശോധിച്ചതിന്റെ രേഖകളടക്കം അല്ലെങ്കിൽ വിശദാംശങ്ങളടക്കം വളരെ വിശദമായ വിശദാംശങ്ങളടക്കം പുറത്തുവരികയാണ്. അത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് നടന്നത്, സ്വകാര്യത, ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്ന കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതി അത് ലംഘിക്കപ്പെട്ടു എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ അതിന്മേലുള്ള കൂടുതൽ വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ നൽകണം എന്ന കാര്യം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത വീണ്ടും വിചാരണ കോടതി ജഡ്ജിയെ, സെഷൻസ് ജഡ്ജിയെ സമീപിക്കുന്നത്. എന്നാൽ ഹണിയം വർഗീസ് അതിജീവിതയുടെ ആ ആവശ്യവും തള്ളുകയാണ്. ദിലീപ് എന്ത് കാര്യമാണോ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും എതിർക്കുന്നത്, ആ ആവശ്യങ്ങൾ അതേപടി അംഗീകരിക്കുന്ന ഒരു നിലപാടാണ്
സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ഈ ഘട്ടങ്ങളിലെല്ലാം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ആ ഉത്തരവുകളിലൂടെ തന്നെ വ്യക്തമാകുകയാണ്. പക്ഷേ ജഡ്ജി ഹണിയം വർഗീസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നോ അതിന് വിരുദ്ധമായ നിലപാട് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് രഹസ്യരേഖയല്ല, അത് നൽകണമെന്ന് ഹൈക്കോടതി ആദ്യം ഉത്തരവിലൂടെ നിർദ്ദേശം നൽകുന്നു. രണ്ടാമത്തേത് ഇന്ന് അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ നൽകണമെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഇതും വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിന് എതിരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് എതിരാണ് ഏതെങ്കിലും ഒരു വിധി എന്ന് സാധാരണ പറയാറില്ല. പക്ഷേ ഇത് ഒരു നിലപാട് സ്വീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഭാഗത്തിന് അനുകൂലമായ അത്തരം കാര്യങ്ങളാണ് അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ വിജയം എന്ന് ഏതായാലും ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ശ്യാം ദേവരാജും ആർ റോഷിപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിജീവിതയ്ക്ക് വസ്തുതാന്വേഷണ റിപ്പോർട്ടിൻ്റെ മൊഴിപ്പകർപ്പുകൾ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ വിജയം. ഈ ഘട്ടത്തിലുള്ള ആദ്യ വിജയമായി അതിജീവിതയുടെ ഈ നീക്കത്തെ കാണാൻ സാധിക്കും.